നമസ്കാരം. വിദ്യാർത്ഥിയുടെ പിതാവിനെ ഹണി ട്രാപ്പ് കേസിൽപ്പെടുത്തി പണം തട്ടിയ സംഭവത്തിൽ പ്രതികളെ പിടികൂടിയത് തന്ത്രപരമായി. അധ്യാപികയും കൂട്ടാളികളും ഉൾപ്പെടെ 3 പേരെയാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. ബംഗളൂരുവിലെ മഹാലക്ഷ്മി ലേഔട്ടിൽ കിൻഡർ ഗാർഡൻ സ്കൂൾ നടത്തുന്ന ശ്രീദേവി, സഹായികളായ ഗണേഷ് കാലെ, സാഗർ മോർ എന്നിവരെയാണ് സെൻട്രൽ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. തട്ടിപ്പിനിരയായ ട്രേഡർ രാകേഷ് വൈഷ്ണവ് ഭാര്യയും 3 മക്കളുമൊത്ത് ബംഗളൂരുവിൽ താമസിക്കുകയാണ്. 2023 മകളുടെ അഡ്മിഷന് വേണ്ടി രാകേഷും അധ്യാപികയായ ശ്രീദേവിയും പരിചയപ്പെടുകയും അടുത്ത ബന്ധത്തിലാവുകയും ചെയ്തു. സ്കൂൾ ചെലവിനായി ശ്രീദേവി രാകേഷിൽ നിന്ന് 2 ലക്ഷം രൂപ ആദ്യം കടം വാങ്ങിയിരുന്നുവെങ്കിലും തിരികെ നൽകാൻ സാധിക്കാതെ വന്നതോടെ ഹണി ട്രാപ്പ് ഒരുക്കുകയായിരുന്നു. 2024 ജനുവരിയിൽ രാകേഷ് പണം തിരികെ ചോദിച്ചപ്പോൾ സ്കൂളിന്റെ പങ്കാളിയാക്കാമെന്ന് ശ്രീദേവി വാഗ്ദാനം ചെയ്തു. കൂടാതെ ഇരുവരും തമ്മിലുള്ള ചാറ്റിംഗ് തുടരാൻ പ്രത്യേക ഫോണും സിം കാർഡും വാങ്ങിയ രാകേഷ് വീണ്ടും പണം ആവശ്യപ്പെട്ടപ്പോൾ ശ്രീദേവി ഇയാളെ വീട്ടിലേക്ക് വിളിച്ച് ചുംബിക്കുകയും വീണ്ടും 50,000 രൂപ വാങ്ങിയെടുക്കുകയും ചെയ്തു. രാകേഷ് പണം ആവശ്യപ്പെട്ടതോടെ 15 ലക്ഷം രൂപ നൽകണമെന്ന ആവശ്യവുമായി ശ്രീദേവിയും കൂട്ടാളികളും രംഗത്തെത്തി. മാർച്ച് 12-ന് രാകേഷിന്റെ ഭാര്യയെ വിളിച്ച് കുട്ടികളുടെ TC വാങ്ങാനായി സ്കൂളിലേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ടു. സ്കൂളിലെത്തിയ രാകേഷിനെ കൂട്ടാളികളുമായി ചേർന്ന് ഭീഷണിപ്പെടുത്തുകയും സ്വകാര്യ ബന്ധത്തെപ്പറ്റി പുറത്തുവിടാതിരിക്കാനായി 1 കോടി രൂപ ആവശ്യപ്പെടുകയും ചെയ്തു. അല്ലാത്തപക്ഷം സ്വകാര്യ ഫോട്ടോകൾ കുടുംബത്തിന് അയച്ചു കൊടുക്കുമെന്നും ഭീഷണിപ്പെടുത്തി. ശ്രീദേവിയുടെ ഭീഷണിയിൽ പണം കണ്ടെത്താൻ കഴിയാതിരുന്ന പരാതിക്കാരൻ ശ്രീദേവിയുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. ഇവരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന സിം ഉപേക്ഷിക്കുകയും ചെയ്തു. പിന്നീട് ഒരിക്കൽ സംഘം രാകേഷിനെ കാറിൽ കയറ്റി രാജാജി നഗർ, മഹാലക്ഷ്മി ലേഔട്ട്, ഗൊരഗുണ്ടപാളയ എന്നിവിടങ്ങളിൽ എത്തിച്ച് പണത്തിനായി നിരന്തരം സമ്മർദ്ദം ചെലുത്തി. ഒടുവിൽ 20 ലക്ഷം നൽകാമെന്ന് രാകേഷ് സമ്മതിച്ചു. ആദ്യ ഗഡുവായി 1.9 ലക്ഷം നൽകി. മാർച്ച് 17-ന് ശ്രീദേവി വീണ്ടും രാകേഷിനെ വിളിച്ച് 15 ലക്ഷം നൽകാത്ത പക്ഷം സ്വകാര്യ വീഡിയോകളും ചാറ്റുകളും പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയതോടെ രാകേഷ് സെൻട്രൽ ക്രൈംബ്രാഞ്ചിൽ പരാതി നൽകിയായിരുന്നു. തുടർന്ന് പോലീസ് അന്വേഷണം നടത്തി 3 പേരെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പ്രതികളെ ഇപ്പോൾ 14 ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നതായി പോലീസ് പറഞ്ഞു.